നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ട്രൂത്തിൻ്റെ ലൈവിലേക്ക് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷെലീൻ തയ്യാറ. നമുക്കറിയാം, നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ 2 ദിവസം മാത്രം ശേഷിക്കെ നമ്മളോടൊപ്പം മേപ്പാടിയിൽ നിന്നുള്ള ഷംസു മേപ്പാടി നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. ഷംസു അവിടുത്തെ സജീവ സാമൂഹിക പ്രവർത്തകനാണ്. CPIയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും അതിനോടൊപ്പം തന്നെ അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി അംഗവും ഒപ്പം പ്രവാസി ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റും കൂടിയായിട്ടുള്ള ഷംസു മേപ്പാടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഷംസുക, എനിക്ക് തോന്നുന്നു നിലമ്പൂർ പല ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് അവിടെ കിട്ടിയുള്ള ഒരു ഫീഡ്ബാക്ക്? അവിടെ നിന്ന് കിട്ടിയുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, നമുക്കൊരു പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെ ഒരു നിയമസഭ ഇലക്ഷൻ്റെ ഉപതെരഞ്ഞെടുപ്പാണ്. അതായത് നിലവിലുള്ള MLA അവിടെ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ്. അതായത് അനാവശ്യമായി ഉണ്ടാക്കിയത്. അത് പൊതുവിൽ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടുത്തെ ആളുകൾ ഇപ്പോൾ നമ്മൾ നിലമ്പൂർ, അതേപോലെ അതിന് അടുത്ത പ്രദേശങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും പോയപ്പോഴൊക്കെ ആളുകൾക്കൊരു മടുപ്പ് സ്വാഭാവികമായിട്ട് ഇലക്ഷൻ വേണ്ടിയിരുന്നില്ല തോന്നൽ ആർക്കുണ്ട്? ഈ ആളുകൾക്കൊക്കെ ജനങ്ങൾക്കുണ്ട്. പക്ഷെ അൻവർ പറയുന്നത് പുള്ളി ജയിക്കും, അവർ തന്നെ പുള്ളിയുടെ അത്ര സ്വാധീനം വേറെ ആർക്കില്ല എന്നൊക്കെയുള്ള പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, അതൊന്നും നമ്മൾ നിഷേധിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ 9 വർഷം MLA അയാളാണ് PV അൻവർ. സ്വാഭാവികമായിട്ട് ജനങ്ങൾ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ എനിക്ക് വീണ്ടും വോട്ട് ചെയ്യുന്നുള്ള മിഥ്യാധാരണ അദ്ദേഹത്തിന് ഉണ്ടാവും. അദ്ദേഹത്തെ നമ്മൾ തെറ്റു പറയാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് തെറ്റു പറയാൻ പറ്റില്ലോ. ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിനെ LDF നിർത്തി എന്നുള്ളതല്ലേ. ഞാൻ ആ വർക്കിന് പോകുമ്പോൾ തന്നെ അന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടി, മുഖ്യമന്ത്രി സ്വരാജ് മന്ത്രിമാരൊക്കെ ഉള്ള വലിയ പരിപാടിയാണ് നമ്മളത് കാണാൻ പോയത്. അവിടെ എടക്കര വെച്ചായിരുന്നു പരിപാടി. തോര മഴയത്ത് പോലും ജനബാഹുല്യം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും ആളുകളായിരുന്നു പരിപാടിക്ക്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്, ഇതൊക്കെ പ്രതീക്ഷയാണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ ഫ്ലക്സുകളുടെ എണ്ണം നോക്കിയാൽ ആര്യയുടെ ഷൗക്കത്തിന്റെ ഫ്ലക്സ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടത്. ഞാൻ രണ്ടാമത് PV അൻവറിന്റെ, മൂന്നാമതാണ് സ്വരാജിന്റെ ഫ്ലക്സുകൾ. പ്രചരണത്തിന് പുറകിലല്ല, പക്ഷെ ഈ പോസ്റ്റ് പൈസ മുടക്കുന്നത് അത് അങ്ങനെ ഉണ്ടല്ലോ. ഏത് പൈസ ഒരുപാട് അൻവർ ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്റെ അടുത്ത് 5 പൈസ ഇല്ല എന്ന് പറഞ്ഞ അൻവർ സ്വാഭാവികമായിട്ട് എന്താ വിശ്വസിച്ചാല് ഏറ്റവും, അതായത് വലിയ വണ്ടി, ടൈലർ വണ്ടിയിലെ വലിയ, അതിന്റെ 3 അൻവറിന്റെ അവിടെ ഓടിയിരുന്നു ഞാൻ കണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ പോസ്റ്ററുകൾ, അതായത് ഈ ഇടക്കരൊക്കെ എന്ന് പറഞ്ഞാൽ UDFന്റെ അതേപോലെ നമ്മൾ അനുകൂലമായ വാർഡായിട്ട്, അതുകൊണ്ട് അവിടെ സ്വാഭാവികമായിട്ട് UDFന്റെ ഇതായിരിക്കും. ഷൗക്കത്തിനെയും 2 ആളാണ് കൃത്യമാണ് മത്സരം എന്ന് പറഞ്ഞാൽ ആര്യാടെ ഷൗക്കത്തും LDF അൻവറിന്റെ സ്വയം പറയാന്നല്ലാതെ ഒരു നിലപാടുകൾ ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ്. ഷൗക്കത്തിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ആര്യാടെ മുഹമ്മദിന്റെ മോനല്ല, അതൊരു വലിയ ഘടകമാണ്. അത് നമ്മൾ വിസ്മരിച്ചുകൂടെ. LDF എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, വിസ്മരിക്കാൻ കഴിയില്ല. ആര്യാടെ മുഹമ്മദിന്റെ മോനാണ്. അത് 35 കൊല്ലം അവിടെ MLA ആര്യാടെ ഷൗക്കത്ത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് തോറ്റൊരാൾ, കഴിഞ്ഞ പ്രാവശ്യം പിറ്റത്തെ പ്രാവശ്യം മത്സരിച്ച ഒരു സിമ്പതി സ്വാഭാവികമായിട്ട് ആർക്കുണ്ടാവും. പ്രകാശിന് മുമ്പായിട്ട് കഴിഞ്ഞ B പ്രകാശ് നമുക്ക് മരണപ്പെട്ട് സ്വാഭാവികമായിട്ട് വീണ്ടും ഇത് വന്നില്ല. അപ്പോൾ അതിന് മുമ്പ് അൻവർ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ വന്നത്, ഏത് നമ്മുടെ ആര്യയുടെ ഷൗക്കത്ത് വന്നതാണ്. പക്ഷെ എങ്കിലും ഇനി UDFന്റെ മണ്ഡലാണിത്. അൻവർ എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി LDFന്റെ പിന്തുണയോടുകൂടി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. 2 വർഷം അങ്ങനെ പിടിച്ചെടുത്ത്. പക്ഷെ അനാവശ്യമായി അൻവർ രാജിവെച്ചു. പക്ഷെ അത് ജനങ്ങളിൽ വലിയ ഒരു ആവശ്യം മാത്രമല്ല, അതിനകത്ത് പിണറായിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഘടകങ്ങൾ വലിയ പ്രാധാന്യമാണ്. ഒരു സഖാവ് പോലും അദ്ദേഹത്തിനോടൊപ്പം വിട്ടുപോയില്ല എന്നുള്ളത്. അതിന് പിണറായി അവിടെ എന്താ വിഷയം, അവിടെ ഞാൻ അന്വേഷിച്ചത് എന്താ വിഷയം വെച്ചാൽ, നമുക്കറിയാം 9 കൊല്ലം മുമ്പുള്ള നമ്മുടെ പഞ്ചായത്ത് ഹോസ്പിറ്റലിന്റെ അവസ്ഥ എന്തായിരുന്നു. അതിൽ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ നമ്മളതാ പറഞ്ഞിരുന്നത്. താലൂക്ക് ഹോസ്പിറ്റലിന്റെ അവസ്ഥ, വില്ലേജുകളുടെ അവസ്ഥ എന്തായിരുന്നു, എല്ലാ പഞ്ചായത്തുകളുടെ അവസ്ഥ എന്തായിരുന്നു, പഞ്ചായത്ത് റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു. 9 കൊല്ലം കൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് വലിയ മാറ്റം അതിലുണ്ടാക്കാൻ സാധിച്ചു. അതൊരു വലിയ മാറ്റം നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പോൾ നമ്മളൊരു പാരസെറ്റമോളും വെറും ഒരു കുപ്പി മരുന്ന് തന്നോടത്ത് ഞങ്ങളെ വയനാട്ടിൽ ഞാൻ പറയട്ടെ, വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റൽ ഉദാഹരണം പറയാം, 3 ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ച് മുട്ടുമാറ്റ ശസ്ത്രക്രിയ. എൻ്റെ ഉമ്മാനെ ഞാൻ വിംസ് നടത്തിയ 3.5 ലക്ഷം രൂപയായി. പിന്നെ ഒന്ന് നടത്തിയത് ഇക്കറയുന്ന, അവിടെയും 3 ലക്ഷം. അത് ഫ്രീ ആയാണ് താലൂക്ക് ഹോസ്പിറ്റൽ നടത്തുന്നത്. അത്ര വലിയ വിപ്ലവം ഈ 9 വർഷം കൊണ്ട് എന്തുണ്ടായത് സർക്കാരിന്, ഈ ആരോഗ്യ മേഖലയിൽ, ജനകീയ സർക്കാരിന് ആരോഗ്യ മേഖല ഉണ്ടാക്കാൻ സാധിച്ചെന്നുള്ളത്. അത് കൃത്യമായി പ്രൊവൈഡ് ചെയ്യാൻ എന്ത് പറ്റുന്നില്ല,
ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം. അത്ര വികസനം മതി, ഏത് വികസന പ്രവർത്തനങ്ങൾ എടുത്താലും ഇപ്പൊ നമുക്ക് റോഡിന് പ്രയാസങ്ങൾ ഉണ്ടാവും. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു മണ്ഡലത്തില്? ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനോട് ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല എന്നുള്ള ആക്ഷേപം പൊതുവെ വലതുപക്ഷ മാധ്യമം. ഇതെന്താ വിഷയം എന്ന് വെച്ചാല്, അവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ഘടകങ്ങളും ഭരണത്തിനെതിരാണ്. അവിടെയാണ് മാധ്യമങ്ങൾ. നമ്മൾ വാർത്താ മാധ്യമങ്ങൾ എടുത്താൽ LDF-നെതിരെ, ഏതൊരു സോഷ്യൽ മീഡിയ എടുത്താൽ LDF-നെതിരെ, സ്വന്തം യൂട്യൂബ് ചാനൽ എടുത്തിട്ട് നിൽക്കുന്ന ആള് പോലും സർവേ എടുത്തിട്ട് 25,000 വോട്ട് ജയിക്കുന്ന ഒരാള്, ഏത് സ്വന്തം യൂട്യൂബ് ചാനൽ സാജൻസ് കറിയാനെ പോലത്തെ ആളുകൾ 25,000 വോട്ടിന് ഷൗക്കത്തിൽ ജയിച്ചു. ഞങ്ങൾ 10,000 ആൾക്കാർ സർവേ നടത്തി, അവിടെ നടത്തിയിട്ടുണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ. പക്ഷെ ഏറ്റവും നല്ലൊരു ഘടകം ഈ സുരാജിനെ പോലുള്ള നല്ല അതാണ് അതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ, നമ്മളവിടെ കോളേജുകളൊക്കെ സന്ദർശിച്ചു. കോളേജുകൾ ചെറുപ്പക്കാരില്ലേ, ചെറുപ്പക്കാർ 90% സ്വരാജ് വരണമെന്നുള്ള ആഗ്രഹക്കാരാണ്. അത് നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ ആണ്. അതേപോലെ നമ്മൾ ഓരോ കോളേജുകളൊക്കെ പോയപ്പോൾ അവിടെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് ചെറുപ്പക്കാർ കംപ്ലീറ്റ് സ്വരാജിനെയാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ടില്ലെങ്കിലും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, എല്ലാ അനുഭാവികളൊക്കെ ഇത്തരം ഈ 9 വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സ്വരാജ് ഒരു സ്ഥാനാർത്ഥി തന്നെ അവിടെ പറഞ്ഞു, ഈ ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് ഇലക്ഷൻ ധൈര്യത്തിൽ. അങ്ങനെ ധൈര്യമായിരിക്കും. എന്താ വെച്ചാൽ ഈ 9 വർഷത്തെ ഭരണകാലത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു എന്നുള്ളതാണല്ലോ. ആ ഇലക്ഷൻ ഷംസുഖാട് ഒരു വിലയിരുത്തലനുസരിച്ചിട്ട് അൻവർ നിഷ്പ്രഭനായി പോകും അല്ലേ? അതായത് നമ്മൾ അൻവറിന്റെ സ്വാധീനം എന്ന് പറയുന്നത് 9 വർഷത്തെ MLA ആണ്. എന്തായാലും അൻവറെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് എന്തുണ്ടാവും, സ്വാഭാവികമായിട്ട് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തായാലും എന്റെ കണക്കൂട്ടൽ 10,000-ന്റെ അടുത്ത് അൻവറിന് വോട്ട് കിട്ടുന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ 10,000-ന്റെ മേലെ അൻവർ പിടിച്ചാൽ അവിടുത്തെ ആളുകളുടെ ഒരു നിഗമനം, എന്റെ നിഗമനല്ലേ, 10,000-നും 20,000-നും ഇടയിൽ ആണ് പിടിക്കുന്നുണ്ടെങ്കിൽ സ്വരാജിന്റെ കാര്യം കുറച്ച് പരിങ്ങലാവും. എന്താ വെച്ചാൽ ഇപ്പൊ നിലവിലുള്ള ഘടകം എന്റെ അഭിപ്രായത്തിൽ സ്വരാജ് ഒരു 500-ൽ താഴെ വോട്ട് ജയിക്കാനാണ് സാധ്യത. 500 വോട്ടിൽ താഴെ. അത് അത്ര ടൈറ്റ് മത്സരമാണ്. 3 സ്ഥാനാർത്ഥികളും ജനങ്ങളിടയിൽ വാർത്താ മാധ്യമത്തിനിടയിൽ ഘടാഘടന്മാര്. ഷൗക്കത്തായാലും ശരി, ആര്യാടൻ മോഹൻ, പിന്നെ സിനിമാ മേഖലയിൽ BJP പിന്നെ കടം വാങ്ങിയൊരു സ്ഥാനാർത്ഥി, അതായത് വേറെ പാർട്ടിയിൽ നിന്ന് അവർക്ക് സ്വന്തമായ അസ്തിത്വം എവിടെ ഉണ്ടാവില്ല. അത് സ്വാഭാവികമായിട്ട് ഇവിടെ ആവർത്തിച്ചു. അവരെന്ത് ചെയ്തു, കേരള കോൺഗ്രസിന്റെ ഒരു ആളെ രാജിവെപ്പിച്ചു, അവരവിടെ എന്ത് ചെയ്തു, മത്സരിപ്പിച്ചു എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ BJPക്ക് ഒരു 15,000 10,000 വോട്ട് കിട്ടുന്ന അവരുടെ അവകാശവാദം എത്ര ഉണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതൊരു വിശകലനം ചെയ്യില്ല. ഈ 3 സ്ഥാനാർത്ഥികളിൽ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്ത് BJP അതിന് നിഷ്പമായി കിടക്കുകയാണ്. എന്താ സ്ഥിതി എന്നറിയില്ല. ഇനി അവർ ആർക്കെങ്കിലും UDF-ന് വോട്ട് മറിക്കുമോ എങ്ങനെ? വയനാട്ടുകാരനാണ്. വയനാട്ടിലും ഒരു വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. നിലമ്പൂരും അൻവർ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. എന്താണ് ആ ഒരു മണ്ഡലത്തിനെ കുറിച്ച്? അല്ല, അത് വയനാടും അവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വയനാട് നിന്ന് ഈ നിലമ്പൂരിലേക്ക് കടക്കണമെങ്കിൽ വലിയ ആനകൾ റോട്ടിലൂടെ മേയുന്ന തമിഴ്നാട് കിടന്നോണം പോണേ, മനസ്സിലായി? അതായത് നമ്മൾ വെറുതെ പോകുമ്പോൾ വണ്ടി റോട്ടിലൂടെ ആന പോകുന്ന തമിഴ്നാടാണ് നമ്മൾ തൊട്ട്. അപ്പൊ സ്വാഭാവികം അൻവർ വിഷയം ഉന്നയിക്കുന്നത് എല്ലാവരും, അൻവർ മാത്രമല്ല എല്ലാ വന്യജീവി കാരണത്തിൽ എല്ലാവരും ഉന്നയിക്കാം. പക്ഷേ അത് കേന്ദ്ര സർക്കാർ നിരുത്തരവായ നിയമമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അവിടെ അൻവറോ അല്ലെങ്കിൽ വന്യജീവികളല്ല പ്രശ്നം. ഇതിന് നിയമങ്ങൾ ഉണ്ടാക്കുന്ന നിയമസമിതി. പിന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മളിതിൽ പറയാതിരിക്കാൻ സാധ്യത. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് വന്യജീവികൾക്ക് ആവാസ വ്യവസ്ഥ, ഈ ഫോറസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ അവർ കണ്ടെത്തണം. എന്നിട്ട് അവർക്ക് ജീവിക്കാൻ തമിഴ്നാട്ടിലുള്ള പ്രത്യേകം എന്താ അറിയാം, എത്ര ആന ശരി ആ ആന ഇറങ്ങുന്ന സ്ഥലം അവർ കണ്ടെത്തിക്കൊണ്ട് വന്യജീവികൾക്ക് അവിടെ ഭക്ഷണം അവരവിടെ ഒരു അങ്ങോട്ട് കിട്ടും. അത് അവിടെയാണ് കാടുകളിൽ. നമ്മളതല്ല, കേരളത്തിലെ ആളുകൾ എന്താ വെച്ചാൽ വന്യജീവി വരുന്ന ഭാഗം എന്ത് ചെയ്യാ, ആ കെട്ടിത്തെളിച്ച ഭാഗം കൂടി നമ്മൾ വെട്ടിപ്പൊടിച്ചിട്ട് നമ്മുടെ സ്ഥലമാക്കി വന്യജീവികൾക്ക് നാട് കൂടിയെടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആവാസ വ്യവസ്ഥയിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് അവിടെ ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർ ഇപ്പൊ ഇപ്പൊ മിനിഞ്ഞാന്ന് ഞങ്ങളിപ്പോ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്നല്ലേ, ഈ മിനിഞ്ഞാന്ന് ഞങ്ങളെ മേപ്പാടിയിൽ, എൻ്റെ തൊട്ട മേപ്പാടിയിൽ 9 ആനകൾ, എൻ്റെ വീട് തൊട്ടപ്പുറത്തുള്ള മൂപ്പനാട് പിന്നെ മാൻകുന്ന് ഭാഗത്ത് 9 ആനകൾ ഒന്നിച്ച് വന്ന് കൃഷികൾ നശിപ്പിക്കുക. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 4 ഭാഗത്തും ജനമേഖല, ഫോറസ്റ്റും പ്രയാസപ്പെട്ട്, പോലീസും പ്രയാസപ്പെട്ട്, അവിടുത്തെ മെമ്പർമാരെല്ലാവരും പ്രയാസപ്പെട്ടു. പക്ഷെ എങ്ങനെയോ 2 ദിവസം അവിടെ നിന്ന ഇതിനെ ലാസ്റ്റ്
വേറെ എങ്ങനെയെങ്കിലും ഏത് രാത്രി 7 മണിക്ക് ശേഷമാണ് എന്ത് ചെയ്ത് അത് തിരിച്ചു. അപ്പോൾ അത്രയും പ്രയാസമാണ് എല്ലാ സ്ഥലത്തും വന്യജീവി. പക്ഷേ ഇതിന് ആവാസ വ്യവസ്ഥയെ കണ്ടെത്തിക്കൊണ്ട് അവർ കാടുകളിൽ നിന്ന് ജീവിച്ച് അവിടെ അവർക്ക് ഭക്ഷണം ഒരുക്കുന്ന രീതി ഞാൻ അടക്കമുള്ള ആളുകൾ നമ്മൾ അനുവദിച്ചാൽ നമുക്ക് ഈ ഒരു പ്രശ്നം മാറി കിട്ടും. എനിക്ക് തോന്നുന്നത് ഷംസുഖ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുരാജ് ഒരു 500 വോട്ടിന് താഴെ ജയിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഷംസുഖ നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എന്നെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കേട്ടോ. കാരണം ഗോവിന്ദ മാഷ് പോലും 10,000-ൽ കുറയാത്ത അത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയ സാഹചര്യത്തിൽ ഇനി ഇലക്ഷൻ റിസൾട്ട് 2 ദിവസം മാത്രം ബാക്കിയുള്ളൂ. 21-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സുരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി നിയമസഭയിൽ എത്തുക എന്നുള്ളതാണ്. അത് ജാതിമത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അങ്ങനെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നല്ല നിലവാരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ചു എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ. മുൻ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെ, അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മത്സരം ഉണ്ടാകട്ടെ, നല്ല ഭൂരിപക്ഷത്തിന് സുരാജ് ജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് മാത്രം മനസ്സോടെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് വളരെയധികം സന്തോഷം. ഇന്ത്യൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇനി വീണ്ടും മറ്റൊരവസരത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.